ഞാൻ പാർവതി ആർ.എസ്. ഇപ്പോൾ സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസിയുടെ കൺവീനറാണ്. നമ്മുടെ LGRFൽ നിങ്ങൾ ഈ ലീഗൽ ഇന്റേൺഷിപ്പ് ഇതിന്റെ ഭാഗമായി ഈ 4 ദിവസം പിന്നിട്ടപ്പോഴും നിങ്ങൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു പദമായിരിക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി. LGRF സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി. എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി സെന്റർ കൊണ്ട് നമ്മുടെ LGRF ഉദ്ദേശിക്കുന്നത് എന്ന് കുറെ പേർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാകാം. സോ അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ആദ്യം പറയുന്നത് എന്താണ് നമ്മൾ ഈ LGRF സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി? ഇപ്പോ നേരത്തെ സെഷനിൽ സാറ് പറഞ്ഞൊരു വാക്ക് കടമെടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചവര് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇമ്പോസിബിൾ ആണ് എന്ന് അന്നുണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞിട്ട് പോലും ഇത്രത്തോളം മതങ്ങളും ഇത്ര വൈവിധ്യമാർന്ന കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിട്ടും അന്നവർ അത്രത്തോളം അവരുടെ എഫേർട്ടിന്റെ ഒരു ഫലമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ LLBയുടെ സമയത്ത് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. സുപ്രീം ലോ ഓഫ് ആ കൺട്രി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയാണ്. പക്ഷെ ഇപ്പോൾ മോർ ദാൻ 17 ഇയേഴ്സ് ആയിട്ട് പോലും നമ്മളിൽ എത്ര പേർക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാം? സാധാരണക്കാരുടെ ഇടയിലേക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഇങ്ങനെ ഒരു ലോ നമുക്കുണ്ട്, ഇതിന്റെ സുപ്രമസി എന്താണ്, നമ്മുടെ സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് നമുക്ക് എത്ര പേർക്ക് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ആൾക്കാരിലേക്ക് ഈ ഭരണഘടനയെ പറ്റിയുള്ള വിവരങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് LGRFന്റെ ഭാഗമായി തുടങ്ങിയ ഒരു സെന്ററാണ് ഈ സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി എന്നുള്ളത്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിയും എന്നുള്ളതായിരിക്കാം. നിങ്ങൾക്കും ഈ LGRF സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസിയുടെ ഭാഗമാകാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഒന്നെങ്കിൽ നമ്മുടെ LGRFന്റെ ഹെഡുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ ടീമിലേക്ക്. നമ്മുടെ LGRF കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസിയുടെ അംബാസിഡറായി നിങ്ങൾക്കും വർക്ക് ചെയ്യാൻ കഴിയും. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തില് സിറ്റിസൺസ് 2022 എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണ് 100% ഭരണഘടനാ സാക്ഷരത നേടി എന്ന് പറഞ്ഞിട്ട് വാർത്തയുണ്ടായിരുന്നു 2022. ഇത്തരത്തിൽ ഒരുപാട് സംഘടനകൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുകയും അതുമായി മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അത് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്താതെ പോകുന്നു. അതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ LGRF ഇത്തരത്തിലുള്ളൊരു സെന്റർ രൂപീകരിക്കുകയും കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രാധാന്യം കുട്ടികളിലേക്ക്, ലോ സ്റ്റുഡൻസിലേക്കും അതുപോലെ തന്നെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രോഗ്രാംസ് നടത്തുകയും ചെയ്യുന്നത്. LGRFന്റെ പ്രോഗ്രാംസ്, അതായത് നമ്മുടെ സെന്ററിന്റെ പ്രോഗ്രാംസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തേത് ആർട്ടിക്കിൾ റൈറ്റിംഗ്സ്. ഇപ്പോൾ നിങ്ങൾ ഈ ലീഗൽ ജേർണലിസത്തിന്റെ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ഇപ്പൊ 4 ദിവസം ആയി നിൽക്കുന്ന ദിവസം നിങ്ങൾ ഇത്രയും ദിവസവും ഓരോ ആർട്ടിക്കിൾ നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങളെ കൊണ്ട് അത് റിവ്യൂ ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. ഈ ആർട്ടിക്കിൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസിയുമായി ബന്ധപ്പെട്ട് കുറേയധികം ആർട്ടിക്കിൾസ് LGRF വോയിസിന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പബ്ലിഷ് ചെയ്യാം. നിങ്ങൾക്കും ആർട്ടിക്കിൾ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആർട്ടിക്കിൾ എഴുതാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സെന്ററുമായി ബന്ധപ്പെട്ട ആ അറിയിപ്പ് നമുക്ക് നൽകാവുന്നതാണ്. അത്തരത്തിലൊരു താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തിന്മേൽ ആർട്ടിക്കിൾ എഴുതി നമുക്ക് അയച്ചു തന്നാൽ നമ്മൾ അത് നമ്മുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. രണ്ടാമതായിട്ടുള്ളത് പോസ്റ്റർ മേക്കിംഗ്. പോസ്റ്റർ മേക്കിംഗ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏതെങ്കിലും ഒരു വിഷയം, നിങ്ങൾക്ക് പ്രാധാന്യം എന്ന് തോന്നുന്ന വിഷയം, ആ വിഷയത്തെ പറ്റി നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ഒരു പോസ്റ്റർ ഉണ്ടാക്കാം. ആ പോസ്റ്ററും നമ്മുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. പിന്നെ നമ്മൾ നടത്തിയിട്ടുള്ള പ്രോഗ്രാംസ്, നമ്മൾ അവയർനെസ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ അസോസിയേഷനുമായി കണക്ട് ചെയ്ത് നമ്മൾ അവയർനെസ് ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. പിന്നീടുള്ളത് വീഡിയോ മേക്കിംഗ്.
5 മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ്, അതായത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന ടോപ്പിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് 5 മിനിറ്റിൽ താഴെ നിങ്ങൾക്കൊരു വീഡിയോ ഉണ്ടാക്കി നമുക്ക് അയച്ചു തരാം. നമുക്കത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇത്തരത്തില് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു എക്സ്പോഷർ പഠിക്കുന്ന കാലത്ത് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓരോ വർക്ക്സ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ നോളജ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യാം. ഇത്തരത്തിലൊരു എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മുടെ സെന്റർ ചെയ്തിട്ടുള്ള വർക്കുകൾ 2020 ഒക്ടോബർ 2 നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് അന്നത്തെ DLSA ട്രിവാൻഡ്രവുമായി അസോസിയേറ്റ് ചെയ്താണ് LJRF ഈ ക്ലാസ് കണ്ടക്ട് ചെയ്തത്. ഈ ക്ലാസ്സിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റിയിട്ടാണ് അവയർനെസ് ക്ലാസ് കൊടുത്തത്. എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? നമ്മുടെ റൈറ്റ്സിനെ പറ്റി പറയും. എല്ലാവർക്കും അവരുടെ റൈറ്റ്സിനെ പറ്റി പറയാൻ ഭയങ്കര റൈറ്റ്സ് എന്റെ റൈറ്റ് ആണ് ഇത് എന്ന് നമ്മൾ എല്ലാവരും പറയും. പക്ഷെ നമ്മുടെ ഡ്യൂട്ടീസ് എന്താണെന്ന് ഒരുപക്ഷെ ഒരുപാട് പേർക്ക് ചിലപ്പോൾ നമ്മുടെ നിങ്ങൾ ലോ സ്റ്റുഡൻസിന് തന്നെ നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നറിയത്തില്ല. സോ അത്തരത്തിലൊരു അവയർനെസ് ക്ലാസ് ആയിരുന്നു അന്ന് നമ്മൾ കണ്ടക്ട് ചെയ്തത്. അത് പ്രിസൈഡ് ചെയ്തത് നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ ഡയറക്ടർ ആയിരുന്നു. സെക്കൻഡ്ലി നമ്മൾ നടത്തിയിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ റൈറ്റിംഗ്, പോസ്റ്റർ മേക്കിംഗ്, പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ LJRFന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി അന്ന് ക്ലാസ് എടുത്തതിന്റെ വീഡിയോസും കാര്യങ്ങളുമെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. പിന്നെ LJRF സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസിയുടെ പ്രോഗ്രാംസ്, അതിന്റെ വർക്ക്സ് എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന നമുക്കൊരു ടീമുണ്ട്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ അംബാസിഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു എഡിറ്റോറിയൽ ടീമുണ്ട്. എഡിറ്റോറിയൽ ടീംസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസിയും ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് നടക്കുകയാണ്, എന്തെങ്കിലും ഒരു വാർത്ത വരികയാണ്, അങ്ങനെയുണ്ടെങ്കിൽ ആ കാര്യം റിപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റിൽ LJRF വോയിസിൽ ആ കാര്യം അവർ റിപ്പോർട്ട് ചെയ്യും. അതിലൂടെ നമുക്ക് ഇപ്പൊ നമ്മള് പത്രത്തിലും ഒക്കെ നമ്മൾ ഓരോരുത്തർ ആർട്ടിക്കിൾസ് വായിക്കുന്നില്ലേ, അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി അവർ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു വേ ഓഫ് റിപ്പോർട്ടിംഗ് ഒക്കെ, അത്തരത്തിൽ നമുക്ക് ഇപ്പൊ ജേർണലിസത്തിലേക്ക് ഇറങ്ങിച്ചെല്ല ഇപ്പൊ ആ ഒരു കരിയർ ചൂസ് ചെയ്യുന്ന ഒരു കുട്ടി, അത് ചൂസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു കുട്ടിക്ക് നമ്മുടെ എഡിറ്റോറിയൽ ടീമിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള ഒരു കാലിബർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതുമല്ല, നമ്മൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മൾ വർക്ക് ചെയ്താൽ ആ ടോപ്പിക്കിൽ നമ്മൾ അറിയാതെ തന്നെ ആ നോളജ് നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. സോ അത്തരത്തിൽ നമുക്ക് നമ്മുടെ എഡിറ്റോറിയൽ ടീം ഇത്തരത്തിലുള്ള ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ന്യൂസ് ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു മാരേജ് നടന്നു. ആ മാരേജിൽ നടന്നത് എന്താന്ന് വെച്ചാൽ അവര് സാധാരണ നടക്കുന്ന സെറിമണീസ് ഒന്നും കണ്ടക്ട് ചെയ്തിട്ടില്ല. അവര് പ്രിയാമ്പിള് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. സോ ആ ന്യൂസ് നമ്മുടെ LJRF വോയിസിന്റെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ന്യൂസ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദെൻ കമ്മിങ് ടു നമ്മുടെ അപ്കമിങ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നവംബർ 26 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ്. നവംബർ 26 ഒരു വെബിനാർ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. 26 വൈകിട്ട് 5 മണിക്കാണ്. ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആൻഡ് ചാലഞ്ചസ് ആൻഡ് റെമഡീസ് എന്ന ടോപ്പിക്കിലാണ് വെബിനാർ ഹോസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ രജിസ്ട്രേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. രജിസ്ട്രേഷൻ ഫ്രീ ആണ്. നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ സെമിനാറിലേക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പാർട്ടിസിപ്പൻസിന് സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ വെബിനാർ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത് എറണാകുളം DLSAയുമായി അസോസിയേറ്റ് ചെയ്തിട്ടാണ്. പ്രോഗ്രാംസിൽ 3 റിസോഴ്സ് പേഴ്സൺസ് ആണുള്ളത്. ഡോക്ടർ സിന്ധു തുളസീധരൻ മാം കാര്യവിട്ടത്തിലെ പ്രൊഫസറാണ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോ ആണ്. പിന്നെ വരുന്നത് ഡോക്ടർ സീമ മാം കുസാറ്റിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. പിന്നെ ഡോക്ടർ ലോയൽ മാൻ സർ. ആ സാറ് നേരത്തെ നിങ്ങൾക്ക് നമ്മുടെ ലീഗൽ ജേർണലിസത്തിന്റെ ക്ലാസ്സിൽ സാർ ക്ലാസ് എടുക്കുകയുണ്ടായി. സോ സാറാണ് ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ 3 എമിനന്റ് റിസോഴ്സ് പേഴ്സൺസ് ആണ് നമ്മുടെ സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഇത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് DLSAയുടെ സെക്രട്ടറി ഉണ്ട്, ചെയർമാൻ ഉണ്ട്, ആൻഡ് കെൽസയിലെ ചെയർമാനും ഉണ്ട്. സോ ഇത്രയും പേര് അടങ്ങുന്ന ഒരു വലിയൊരു വെബിനാറാണ് നമ്മൾ നവംബർ 26 ഹോസ്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ അപ്കമിങ് ഇവന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഗോയിങ് ഓൺ ചെയ്യുന്ന ഇവന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ റൈറ്റിംഗ്, പോസ്റ്റർ മേക്കിംഗ്, വീഡിയോ മേക്കിംഗ്, ഈ 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഗോയിങ് ഓൺ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പിന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയും കുറച്ച് റിസർച്ചേഴ്സിനെ ചൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അംബാസിഡറിൽ നിന്ന്. നമ്മൾ എന്ത് റിട്ടാ ഫയൽ ചെയ്യുന്നേ എന്നിപ്പോ നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചു കാണും. നമ്മൾ എന്താണ് ഫയൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളെല്ലാവർക്കും അറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ സുപ്രീം ലോ ഓഫ് ആ കൺട്രി എന്ന്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും മേ ബി ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ സിവിക്സിലും എക്കണോമിക്സിലും ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫ്രണ്ടിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പ്രിയാമ്പിളിന്റെ ഒരു പേജ് ഒക്കെ കാണുള്ളൂ. അല്ലാതെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല. അതെന്തുകൊണ്ട് കുട്ടികളിൽ പഠിപ്പിക്കുന്നില്ല? ഇപ്പോൾ കഴിഞ്ഞ സെഷൻസിലും പ്രീവിയസ് ക്ലാസ്സസിലും ഒക്കെ നിങ്ങൾ കേൾക്കുകയുണ്ടായി, ഇപ്പം റിലീജിയസ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് പോലും കുട്ടികളിലെ എഡ്യൂക്കേഷൻ ടൈമിൽ എഡ്യൂക്കേഷന്റെ സിലബസിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടായി എന്ന് പ്രീവിയസ് സെഷൻസിൽ നിങ്ങൾ കേട്ടു. എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് പഠിച്ചു വരാത്തത്? ഇപ്പോൾ ഐ മീൻ 5th സ്റ്റാൻഡേർഡ് തൊട്ടെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കമ്പൽസറി വിഷയമാക്കി കൂടെ? +1 +2 വന്നു കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുട്ടികൾ ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാകും. ബട്ട് വാട്ട് അബൌട്ട് സയൻസ് ആൻഡ് അതർ ഗ്രൂപ്പ്സ്? അവർ പഠിക്കുന്നില്ല. അവർക്ക് ആ ഒരു ടച്ച് വിട്ടു. ഇപ്പൊ 10th-ലും 9th-ലും ഒക്കെ നമ്മൾ സിവിക്സ് എന്നൊരു സബ്ജക്ട് എടുത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. പക്ഷെ അതൊക്കെയാണെങ്കിലും നമ്മൾ അത് ചിലപ്പോൾ നമുക്ക് 5 പോയിന്റ് എഴുതിയാൽ മതി, നമുക്ക് കിട്ടേണ്ട മാർക്ക് കിട്ടും. സോ നമ്മൾ ആ 5 പോയിന്റേ പഠിക്കുള്ളൂ. അങ്ങനെയായിരിക്കും നമ്മുടെ വേ ഓഫ് എഡ്യൂക്കേഷൻ. അതാണ് നമുക്കത് മാറ്റിക്കൊണ്ടുവരണം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന സബ്ജക്റ്റ് പഠിപ്പിക്കണം. അതിനെ ബേസ് ചെയ്താണ് നമ്മളൊരു റിട്ട് പെറ്റീഷൻ മൂവ് ചെയ്യാനായിട്ട് അതിന്റെ റിസർച്ച് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ റിസർച്ചിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്ത് ടീമായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ടീമിനും ഓരോ ടോപ്പിക് എന്ന രീതിക്ക് കൊടുത്ത് അതിന്റെ റിസർച്ച് ഗോയിങ് ഓൺ ആണ്. പിന്നെ അടുത്തതായി നമുക്ക് അപ്കമിങ് ആയിട്ട് വരുന്നത് നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററസി മിഷന്റെ ഒരു ഭാഗമാവുകയാണ് LJRF സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി. നമ്മൾ മണ്ഡപ സയൻസ് ആൻഡ് ഫൗണ്ടേഷൻ ബാംഗ്ലൂരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററസി മിഷന്റെ ഭാഗമാകുന്നത്. അത് നമുക്കിനി അപ്കമിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി സെന്ററിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഇഫ് എനിബഡി ഇൻ ദിസ് ഇന്റേൺഷിപ്പിൽ ആർക്ക് വേണമെങ്കിലും ഈ സെന്ററിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആരെങ്കിലും അങ്ങനെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഈ സെഷൻ കഴിയുമ്പോൾ ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യുന്നതാണ്. നമ്മുടെ അപ്കമിങ് വെബിനാറായ നവംബർ 26 ഹോസ്റ്റ് ചെയ്യുന്ന വെബിനാറിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഗൂഗിൾ ഫോമും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ.